സംസ്ഥാനത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോമിന്റെ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. സംസ്ഥാന GST 18% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മറ്റ് കോളേജുകളെ അവഗണിച്ച് CPM അനുകൂല മാനേജ്മെന്റ് നടത്തുന്ന കോളേജുകൾക്ക് ഫീസ് ഇളവ് നൽകുന്നതിലും പ്രതിഷേധം ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റിൽ മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം തുടരുന്നതിനു വേണ്ടി മാനേജ്മെന്റ് അസോസിയേഷനുകളുമായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ മെയ് 2 ചർച്ച നടത്തുമെന്ന് അറിയിച്ചു. CPM നയിക്കുന്ന സൊസൈറ്റികളുടേതും മറ്റു ചില വൻകിട ആശുപത്രി മാനേജ്മെന്റുകളെയും മാറ്റി ഇതര കോളേജുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോമിന് 18% GST സംസ്ഥാന വകുപ്പ് ഈടാക്കാനുള്ള തീരുമാനം മാനേജ്മെന്റ് അസോസിയേഷൻ നേരത്തെ എതിർത്തിരുന്നു. ഏകജാലകത്തിൽ നിന്നും പിന്മാറി ഓരോ കോളേജും പ്രത്യേകം പ്രവേശനം നടത്തുമെന്ന് അസോസിയേഷൻ സർക്കാരിനെ അറിയിച്ചു. എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഓരോ കോളേജിലേക്കും പ്രത്യേകം അപേക്ഷിക്കേണ്ടി വരും എന്നതോടൊപ്പം മെറിറ്റ് അട്ടിമറിക്കപ്പെടുകയും ചെയ്യും. ഈ പ്രതിസന്ധിയെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികളെ മെയ് 2 ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 119 സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ 50 പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനിലും 34 ക്രിസ്ത്യൻ നഴ്സിംഗ് മാനേജ്മെന്റിലും അംഗങ്ങളാണ്. ഇവർക്കാണ് GST ബാധകമാവുക. എന്നാൽ ഈ രണ്ട് അസോസിയേഷനുകളിലും അംഗത്വം എടുക്കാത്ത 35 മാനേജ്മെന്റുകൾക്ക് ഇത് ബാധകവുമല്ല. CPM നയിക്കുന്ന സൊസൈറ്റികളും വൻകിട ആശുപത്രികളുമാണ് ഈ മാനേജ്മെന്റുകൾ. എല്ലാ സ്വകാര്യ കോളേജുകളിലും ഏകീകൃത പ്രവേശനം വേണമെന്നും ചില കോളേജുകൾക്ക് മാത്രം സ്വന്തം നിലയ്ക്ക് പ്രവേശനം തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ച അസോസിയേഷൻ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.